എന്താ പറയുക, ഇന്നലത്തെ മത്സരം മുംബൈ ഇന്ത്യൻസ് വീണ്ടും ചെന്നൈയോട് തോറ്റിരിക്കുന്നു. എൽ ക്ലാസിക്കോ അങ്ങനെ ഈ വട്ടം ചെന്നൈ തൂക്കി. ഈ വട്ടം മാത്രമല്ല, ഈ അവസാനം കളിച്ച 11 മത്സരങ്ങളിൽ 8 മത്സരം ചെന്നൈയാണ് ജയിച്ചിരിക്കുന്നത്. വെറും 3 മത്സരമാണ് മുംബൈ ജയിച്ചിരിക്കുന്നത്. ഇതോടുകൂടി ഓവറോൾ ഇവർ തമ്മിൽ ഹെഡ് ടു ഹെഡ് 21 വിജയം മുംബൈക്കും 20 വിജയം ചെന്നൈക്കായി. ഒരു കളിയുടെ മാത്രം വ്യത്യാസമായി. ഒരു 4 കൊല്ലം മുമ്പ് വരെ 19-11 എന്ന നിലയ്ക്കായിരുന്നു നിന്നിരുന്നത്. അതിപ്പോൾ ഇത്രയും ഒരു കളിയിൽ വ്യത്യാസമായി. അത് രോഹിത് ശർമ്മയുടെ ക്യാപ്റ്റൻസിക്ക് ശേഷമാണ്. എന്താണ് മുംബൈക്ക് സംഭവിക്കണേന്ന് ഇപ്പോഴും മുംബൈക്ക് ആർക്കൊന്നും പറയാൻ പറ്റുന്നില്ല. എന്താ അവർക്ക് സംഭവിക്കണേന്ന്. എന്തൊക്കെയോ ഒരു മിസ്സിങ് ഉണ്ട്. ഇത്ര വലിയ താരനിരയൊക്കെ ഉണ്ടായിട്ടും അവർക്ക് വിചാരിച്ചൊരു പ്രകടനം ഈ സീസണിൽ കാഴ്ചവെക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ല. അവർക്കിനി പറ്റുമോ എന്നറിയില്ല. അവർ മാക്സിമം ഇന്നലെ ശ്രമിച്ചു. പക്ഷേ ഹാർദിക് പാണ്ഡ്യയൊക്കെ ബാറ്റിങ്ങിൽ വളരെ മോശം പ്രകടനമാണ് ഇന്നലെ കാഴ്ചവെച്ചത്. ബൂമ്ര തുടക്കത്തിൽ സഞ്ജുവിൻ്റെ വിക്കറ്റൊക്കെ എടുത്തപ്പോൾ ഒരു പ്രതീക്ഷ വന്നതാണ്. പക്ഷെ അതെല്ലാം പെട്ടെന്ന് അസ്തമിച്ചു. പിന്നീട് ഒരു വിക്കറ്റ് പോയില്ല. അതുപോലെ തന്നെ 14 കോടിക്ക് ചെന്നൈ എടുത്ത് എല്ലാവരും കളിയാക്കിയിരുന്ന കാർത്തിക് ശർമ്മ ഇന്നലെ ഫോമായി. 14 കോടിയുടെ വാല്യൂ ഉണ്ടെന്ന് പുള്ളി പ്രൂവ് ചെയ്തു. ചെറിയൊരു മിന്നലാട്ടമൊക്കെ കാണിച്ചു. പിന്നെ ഗെയ്ക്വാദ് നല്ല രീതിയിൽ ഇന്നലെ ഇന്നിങ്സ് ബിൽഡ് ചെയ്തു. ക്യാപ്റ്റന് കളിക്കേണ്ട ഒരു ഇന്നിങ്സാണ് ബിൽഡ് ചെയ്തത്. അങ്ങനെ മൊത്തത്തിൽ ചെന്നൈ ഇന്നലത്തെ മത്സരത്തിൽ പിടിമുറുക്കിയപ്പോൾ മുംബൈക്ക് തോൽക്കാതെ വേറെ വഴിയില്ല. ഇതോടുകൂടി മുംബൈ ഫസ്റ്റ് പുറത്താവുന്ന ടീമായി ഏകദേശം മാറിയിരിക്കുകയാണ്. ഒഫീഷ്യലായിട്ടില്ലെങ്കിലും ഏകദേശം മുംബൈ പുറത്തായ മട്ടാണ്. ചെന്നൈക്ക് പക്ഷേ ചാൻസ് കൂടി. ഇപ്പോൾ ചെന്നൈക്ക് അടുത്ത കളി ഡൽഹി ആയിട്ടാണ്. അപ്പോൾ ആ മത്സരത്തിലൂടെ ജയിച്ച ചെന്നൈക്ക് ചാൻസുകൾ വളരെയധികം കൂടും. അപ്പോൾ ഈ ടൂർണമെൻറ്റിൽ കളി അവസാനമാവുന്നതോടുകൂടി ഇനി ഒരു 6 ടീമാണ് ശരിക്കും ഒരു 4 ടോപ്പ് 4 സ്പോട്ട് പ്ലേ ഓഫിന് വേണ്ടി മത്സരിക്കുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കും, ഓരോ മത്സരങ്ങളും ഇനി ഇൻട്രസ്റ്റിംഗ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായി പിന്നീട് വരാം.